ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല വിശേഷമാണ് അങ്ങനെയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എനിക്കറിയാം നല്ല വിശേഷങ്ങളൊന്നുമല്ല നമുക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കെയർ എടുക്കുക. എന്താ പറയുക, ഹാൻഡ് വാഷ് ചെയ്യുന്ന കാര്യം എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ പുറത്ത് പോയാലും ഇല്ലെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 സെക്കൻഡെങ്കിലും കുറഞ്ഞത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ കയ്യിലുള്ള വൈറസിനെ നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കുക, പിന്നെ പ്രതിരോധശക്തി കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. പിന്നെ കുട്ടികളെ ഒന്നും അധികം ഇപ്പം പുറത്തേക്കൊന്നും അധികം കളിക്കാനും കാര്യങ്ങൾക്കൊന്നും വിടണ്ട. കാരണം ഇപ്പം നമുക്ക് ആർക്കാണോ ഉള്ളത്, ഈവൻ നമുക്കുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. കാരണം ഈ വൈറസ് നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും എടുക്കും സിംറ്റംസ് കാണിക്കാനായിട്ട്. അപ്പോൾ മുമ്പിൽ നിൽക്കുന്നവർക്കോ നമുക്കോ ഉള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ തുപ്പലുകളുടെ ചെറിയ ചെറിയ കണികളുണ്ട്, ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്, അതിനകത്തൂടെയാണ് വൈറസ് വരുന്നത്. പിന്നെ നമ്മൾ വായിലോ കണ്ണിലോ ഒക്കെ മൂക്കിലോ ഒക്കെ സ്പർശിക്കുമ്പോൾ അത് ഉള്ളിൽ പോവും. സോ അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് എപ്പോഴും എല്ലാവരുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ തുമ്മുമ്പോഴും നമ്മൾ ചുമയ്ക്കുമ്പോഴും ഒക്കെ ഒരു കർച്ചീഫ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ആ കർച്ചീഫ് കൊണ്ടൊന്ന് വീട്ടിൽ അങ്ങനെ കളയരുത്. അതാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴായാലും ഒരു കർച്ചീഫ് എടുത്ത് നമ്മൾ മുഖം അല്ലെങ്കിൽ തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ നമ്മൾ പൊത്തിക്കഴിഞ്ഞതിന് ശേഷം ആ കർച്ചീഫ് എല്ലാവർക്കും ആ കോണ്ടാക്ട് ആവുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രയോജനമില്ല. അപ്പം അത് കർച്ചീഫായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെ, വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ പിന്നെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലേ സ്കിൻ കെയറിന്. അപ്പോൾ എൻ്റെ ജോലി അതാണ്, നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സുകൾ പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് എല്ലാവരും, നല്ല ബോറാണ് സംഭവം. മൊബൈലും ടിവിയും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പിന്നെയും കുറേ സമയമുണ്ട്. ഈവൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടും എനിക്കിഷ്ടംപോലെ സമയമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ചൂടത്ത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആയാലും ഇന്ന് പുറത്ത് കടയിൽ പോയിട്ട് മേടിച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞു തരുള്ളൂ കേട്ടോ. നമുക്ക് വീട്ടിൽ ഉള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ചൂടത്ത് പ്രത്യേകിച്ച് കേട്ടോ. കുട്ടികൾക്ക് പോലും നമുക്ക് ചെയ്യാൻ, കാരണം ശരീരം ഒന്ന് തണുപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ സമയത്ത് കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് ആണ്. അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് നല്ലൊരു സംഭവമാണ് കേട്ടോ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കാണാം, കണ്ടിട്ട് അത് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ഒരു റിസൾട്ട് ഉള്ളതാണ്. ഞാൻ ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചൂടത്ത് ഏറ്റവും തണുത്ത സാധനങ്ങളാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതായാലും അതുപോലെ സ്കിന്നിന് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് തൈര്. അപ്പോൾ നമുക്ക് സ്കിന്നിന് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പുറത്ത് പോയി മേടിക്കണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിൽ തൈര് ഉണ്ടാവും. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ഓപ്ഷൻ പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നത് ഒരു 90% ആൾക്കാരും ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും പച്ചക്കറിയുടെ കൂട്ടത്തിൽ തക്കാളിയൊക്കെ. അപ്പോൾ തക്കാളി എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല. പിന്നെ ഇത് അധികം വേസ്റ്റ് ആക്കേണ്ട, ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം മതി. ഇപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3-4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യണത്. കാരണം നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് അധികം ഇത് ചെയ്യണ്ട, എന്താ പറയുക, നമ്മൾ നശിപ്പിച്ച് കളയണ്ട. അപ്പം ഒരു തക്കാളി ഒരു 4-5 ദിവസത്തേക്കൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തൈരും ഒരു സ്പൂണ് നമുക്ക് മതി. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ തക്കാളിക്ക് പകരമായിട്ട് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നുകിൽ ഓറഞ്ചിൻ്റെ ഡ്രോപ്സ്, അതല്ലെങ്കിൽ നാരങ്ങാനീര്, ഇതിലേതായാലും മതി കേട്ടോ. അപ്പോൾ തക്കാളി. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പാക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പാക്ക് നമുക്ക് കുട്ടികൾക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദേ കടലമാവ് ഈ തൈരിലേക്ക് ഒന്നിടുക. ഞങ്ങളിപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കണേ. എന്നിട്ട് ദേ ഈ തക്കാളി ഒന്ന് കൈകൊണ്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഇടണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു പാർട്ടും ഒക്കെ ഇടാം, അത് വെറുതെ കളയണ്ട. അപ്പം ഇത്രയും എടുത്താൽ മതി തക്കാളി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മുഖത്ത് മാത്രമല്ല, നമുക്ക് ടാൻ വരുന്ന എല്ലാ ഭാഗങ്ങളിലും, നമുക്കിപ്പോൾ
കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലും ഫുൾ ബോഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഫുൾ ബോഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ എല്ലായിടത്തും നമുക്കിത് ഉപയോഗിക്കാം, മുഖത്ത് മാത്രമായിട്ടെന്നില്ല. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ ദിവസവും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ദിവസവും ഉപയോഗിക്കാം. അപ്പോൾ ഇത് പാക്കായിട്ട് ഇടുക. അപ്പോൾ ഇത് പാക്കായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് കഴുകിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുഖത്തും കഴുത്തിലും എല്ലാം അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ തൈര് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അന്നേരേ ഉപയോഗിക്കുക, നല്ല തണുവ് ഉണ്ടാവും അതിന്. അതല്ലാണ്ട് പുറത്ത് വെച്ചിട്ടുള്ള തൈര് അങ്ങനെ എടുക്കുന്നതിനെക്കാട്ടി ഈ ചൂടത്ത് നല്ലത് ഫ്രിഡ്ജിലെ തൈര് തന്നെയാണ്. അപ്പോൾ കഴുത്തിലും ഒക്കെ ഒന്ന് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടവർക്കാണെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് വെക്കാം, അതിനുശേഷം കഴുകി കളഞ്ഞാൽ മതി. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഇപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ക്ലെൻസറായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ മസാജ് ചെയ്ത് കഴുകിക്കളയാം. ഇപ്പോൾ ബോഡിയിലായാലും ക്ലെൻസറായിട്ടാണെങ്കിൽ അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിക്കളയാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. അതല്ല നിങ്ങൾക്ക് പാക്കായിട്ട് വെക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 to 15 മിനിറ്റ്സ് വെക്കുക. പക്ഷേ എപ്പോഴും പാക്ക് വെക്കുമ്പോൾ ഉണങ്ങാണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ടിങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജെല്ല്, ഒന്നുകിൽ വീട്ടിൽ കിട്ടണ അലോവേര ജെല്ല്, അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ വീട്ടിലുള്ളതാണ്. നമുക്ക് ഒരുപാട് തണുവ് നമുക്ക് ഫേസിന് തരാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഇത് നമ്മളിപ്പോൾ സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ ഇത് കണ്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചാരി വെച്ചിട്ട് അതിൻ്റെ മഞ്ഞ കളറിലെ ഒരു ലിക്വിഡ് ഉണ്ട്, അത് ഫുൾ പോയതിന് ശേഷം മാത്രമേ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് ചൊറിയും കേട്ടോ, സ്കിൻ ചൊറിയുകയും ചെയ്യും, ചിലർക്ക് കുരുക്കളൊക്കെ പോലെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. അത് മാത്രമല്ല ഇത് വായിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന്, ഇതും ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു തണുവാണ്. അപ്പോൾ ഇതും കുട്ടികൾക്കൊക്കെ ചെയ്യാം. നമുക്കിപ്പോൾ ഇതുപോലെ കയ്യിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ എവിടേക്കാണോ പാക്ക് അപ്ലൈ ചെയ്തത് അവിടെ എല്ലാം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. ഇതും എന്താണെന്ന് അറിയാമോ, നമുക്ക് സൺ ഡാമേജ് ആവണത് അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഒക്കെ ഏറ്റവും നല്ല ഒരു സംഭവമാണ്. നിങ്ങളിത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. ചിലരിത് വാഷ് ചെയ്ത് കളയൂല കേട്ടോ ഇങ്ങനെയുള്ള. പക്ഷെ ഞാനൊരു 15-20 മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഒരു സ്കിന്നിനൊരു ഇങ്ങനെ ഒട്ടുന്ന പോലെ ഒരു ഇതാണ്. പിന്നെ മാർക്കറ്റിൽ നല്ലതാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയണമെന്നില്ല അലോവേര ജെല്ല്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ഇത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അലോവേര ജെല്ലില്ല മാർക്കറ്റിൽ നിന്ന് മേടിച്ചതും ഇല്ലെങ്കിൽ കുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്യുക. മീൻസ് കാക്കടി നന്ദു പറയണേ, മീൻസ് സലാഡിന് ഇടണ കുക്കുംബർ. ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇത് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കയ്യിലും മുഖത്തും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും സൺ ടാൻ റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സൺ ഡാമേജിനൊക്കെ ഏറ്റവും നല്ല, സൺ ഡാമേജ് ആയിട്ടുള്ള സ്കിൻ റിപ്പയർ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ള സംഭവങ്ങളാണ്. സോ അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. ഒരു കാര്യം പോലും നമുക്ക് പുറത്ത് പോയി മേടിക്കേണ്ട ഒരു സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഒന്നിന് പകരം ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ ഇത് ചെയ്യുക. ഈവനിങ് ടൈം ആണ് ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.